പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ പള്ളിപ്പടി അങ്കണവാടിയിൽ പാമ്പ്. അധ്യാപികയാണ് മേൽക്കൂരയിൽ പാമ്പിനെ കണ്ടത്. മഴ അവധിയെ തുടർന്ന് വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. നാട്ടുകാരുടെ സഹായത്തോടെ പാമ്പിനെ പിടികൂടി. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്ത്, ഏതായാലും കുട്ടികൾ ഇല്ലാത്തത് ഭാഗ്യമായി എന്ന് തന്നെ പറയാം. എപ്പോഴാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പത്മ, വൈകിട്ട് 3 മണിയോടെയാണ് അധ്യാപക ഇത്തരത്തിൽ മേൽക്കൂരയിൽ പാമ്പിനെ കാണുന്നത്. ഇന്ന് പാലക്കാട് ജില്ലയിൽ ആകെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മഴ മൂലം അവധിയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നത് കൊണ്ട് തന്നെ അപകടം ഒഴിവായി എന്നുള്ളതാണ് ലക്ഷ്മിപത്മ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ ഉന്നയിക്കുന്നതിൽ പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ അംഗനവാടിയോട് ചേർന്നൊരു മുളങ്കൂട്ടമുണ്ട്. അതിന്റെ ശിഖരങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ അംഗനവാടിയുടെ മുകളിലേക്കാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഈ പാമ്പ് കയറിയതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു നിഗമനവും നിലവിലുള്ളത്. പക്ഷേ എങ്ങനെയാണ് പാമ്പ് മേൽക്കൂരയിൽ കയറുന്ന നിലവിൽ കൃത്യമായ വ്യക്തതയില്ല. പക്ഷെ അങ്ങനെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഈ മുളങ്കൂട്ടം വെട്ടണമെന്നുൾപ്പെടെ നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അതിന് നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഇപ്പോൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഈ പാമ്പ് കുട്ടികളില്ലാത്തപ്പോഴാണ് എത്തിയത് എന്നുള്ളത് ഭാഗ്യമായി എന്ന് തന്നെ പറയാം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ലോ. കാരണം പാമ്പിന്റെയും കുട്ടികളും ഒക്കെ ഉള്ളപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഏതാണെങ്കിലും മഴ അവധിയെ തുടർന്ന് വലിയ അപകടമാണ് ഒഴിവായത്. നാട്ടുകാരെല്ലാം ഇടപെട്ടുകൊണ്ട് കമ്പുകൊണ്ട് ഈ പാമ്പിനെ അവിടെ നിന്ന് പുറത്തിറക്കിയാണ് ഈ പാമ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത്. ഏതാണെങ്കിലും അവധിയായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായത്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.